ഹലോ നമസ്കാരം, ഷാനവാസാണ്. ഞാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു കോമഡി വാർത്ത ഒന്ന് കാണിക്കാം. അതിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രം ചെയ്യാനായിട്ട് ഈ ഇരയായ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു എന്നാണ് ആ വാർത്തയിൽ സുജയ പാർവതി പറയുന്നത്. എന്നിട്ട് അതിനുശേഷം രാഹുലിൻ്റെ വോയിസ് വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വോയിസ് വിടുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ നിർണായക സംഭാഷണം പുറത്തുവിട്ട റിപ്പോർട്ട് യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയാണിത്. യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ഈ ഓഡിയോയിൽ വ്യക്തമാണ്. ഗർഭഛിദ്രത്തിന് യുവതി വഴങ്ങിയുമില്ല. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഇത് സുജയ പാർവതി പറയുന്ന വാക്കുകളും ആ തമ്പിൽ കൊടുത്തിട്ടുള്ളതും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയും ഈ ഇരയായ പെൺകുട്ടിയും സംസാരിക്കുന്ന വോയിസ് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് അതിൽ രാഹുൽ മാങ്കൂട്ടം ആ പെൺകുട്ടിയുമായിട്ട് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനാരെ ചൂണ്ടിക്കാണിക്കും? അതല്ല ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. അതിൽ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്, ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്, നിങ്ങളോട് ഏൽക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, നിങ്ങളോട് ഏൽക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നു, പിന്നെ നീ എങ്ങനെ വളർത്തും എന്ന് ചോദിക്കുന്നത്. അത് ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കോളാം. അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതിലെവിടെയും രാഹുൽ മാങ്കൂട്ടം ആ കുട്ടിയെ നശിപ്പിക്കണമെന്നോ കൊല്ലണമെന്നോ അല്ലെങ്കിൽ അബോർഷൻ ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും അതിൽ ഈ പറയുന്ന ഇവർ വാർത്ത കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഈ വോയിസുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. വീണ്ടും ആ വോയിസ് അവർ പറയുന്ന ഭാഗം ഒന്നും കൂടെ കേൾക്കാം. പിന്നെ അത് വളരുന്നേ അത് താനറിയണ്ട. പിന്നെ എങ്ങനെ വളരുന്നേ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ഇതിൽ കൃത്യവും വ്യക്തവുമാണ് ആ സ്ത്രീ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം ഏൽക്കാമെന്ന് പറയുമ്പോൾ നിങ്ങളോട് ഏൽക്കാൻ പറഞ്ഞില്ലല്ലോ എന്നാണ് ആ സ്ത്രീ ചോദിക്കുന്നത്. അവരുടെ സൗണ്ട് ചെറുതായിട്ടൊന്ന് ഇത് മാറ്റിയിട്ടുണ്ട്. അത് ചാനലിൻ്റെ എന്താ പറയുക, അവരുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തിട്ടുള്ളതായിരിക്കാം. ഇനി അതല്ല ഇത് സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ തന്നെ ആ കുട്ടിയെ ആരും വെളിപ്പെടുത്തണ്ട എന്നുള്ളത് കൊണ്ടും ആയിരിക്കാം. അപ്പോൾ ഇതിലൂടെയും ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അതൊരു തർക്കം വേണ്ട. പക്ഷേ ഒരു ചാനലിൽ വന്ന് ബൈറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ സ്വകാര്യ വിഷയങ്ങൾ ഇത്രയും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്നതല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് അവർ നേരിട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കേണ്ടത്. കൃത്യമായി കോടതികളുണ്ട്, അതുപോലെ തന്നെ വനിതാ സെല്ലുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ ഈ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് കേസ് കൊടുക്കാനും പരാതിപ്പെടാനും ഒക്കെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യാതെ ചാനലുകാർക്ക് സംസാരിച്ച വോയിസുകളും കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ ഈ വാർത്ത വിട്ടിട്ടുള്ളതിൽ തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് ഇതിൽ ബോധ്യപ്പെടുന്നത്. ഓക്കെ, എന്തായാലും നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.